മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇറാനിൽ ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. തെരുവുകളിലൊക്കെ തന്നെ അമേരിക്കയെ ഞെട്ടിക്കുന്നു. ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്നുള്ള ആക്രോശങ്ങൾ നടക്കുന്നു. അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എവിടെ പുളകം കൊണ്ട് ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ പത്രക്ക വൈറ്റ് ഹൗസിനെ ഞെട്ടിക്കുന്നുണ്ട്. ഞാനത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. എന്താണ് മുസ്ലിം ലീഗിന്റെ പത്രമൊക്കെ വിളിച്ചു പറഞ്ഞത് എന്ന്. അതിനു മുമ്പേ ആയിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ഈ ചടങ്ങുകളൊക്കെ തന്നെ ഖബറടക്കമൊക്കെ തന്നെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇസ്രായേലിൽ ഒന്നൊന്നര പ്രസംഗം നടത്തിയിട്ടുണ്ട്. സുന്ദരമാണ് ആ പ്രസംഗം. ഇസ്രായേലിന്റെ നിലപാട് വളരെ വലിയ രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹം പ്രസംഗിച്ചതിന്റെ പരിഭാഷ പൂർണ്ണമായിട്ട് വായിച്ചു കേൾപ്പിക്കാം. ആധുനിക രാഷ്ട്രീയ സയനിസത്തിന്റെ പിതാവിന്റെ അനുസ്മരണ ചടങ്ങൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് ഇറാന്റെ തെരുവിൽ എന്താണ് നടക്കുന്നത്, ഇസ്രായേലിൽ എന്താണ് നടക്കുന്നത് എന്നതിന്റെ ഒരു കൃത്യമായ ചിത്രമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ചതിന്റെ പൂർണ്ണ രൂപമാണ്. ഈ വർഷം ഹെർസൽ അനുസ്മരണ ദിനം നമ്മെ പല മുന്നണികളിലായി നടക്കുന്ന പോരാട്ടങ്ങളുടെ നടുവിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദീപം അണയ്ക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്കെതിരായ ഉറച്ച പോരാട്ടമാണിത്. ഈ വർഷവും ഹെർസലിന്റെ സയനിസ്റ്റ് ദർശനത്തിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. ദി മെനോറ എന്ന തന്റെ കഥയിൽ അദ്ദേഹം വെളിച്ചത്തിന്റെ വിജയത്തെക്കുറിച്ച് എഴുതിയിരുന്നു. ഇരുട്ട് പൂർണ്ണമായും മാറിപ്പോകും. നീതി, സത്യം, സ്വാതന്ത്ര്യം, പുരോഗതി, മനുഷ്യത്വം, സൗന്ദര്യം എന്നിവയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വെളിച്ചം പ്രകാശിക്കും. നമുക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികൾ കാത്തിരിക്കുന്നു. എന്നാൽ ഹെർസലിനെ പോലെ തന്നെ ഓരോ പ്രതിബന്ധവും മറികടക്കാനുള്ള നമ്മുടെ മനക്കരുത്ത് വഴിയിലെ തടസ്സങ്ങളെക്കാൾ ശക്തമാണ്. ഹെർസലിന്റെ കാലം മുതൽ ലോകം പൂർണ്ണമായി മാറിയിരിക്കുന്നു. പഴയ സാമ്രാജ്യങ്ങൾ തകർന്നു, പുതിയ രാജ്യങ്ങൾ രൂപം കൊണ്ടു. അതിൽ നമ്മുടെ സ്വന്തം രാജ്യവും ഉൾപ്പെടുന്നു. മനുഷ്യന്റെ അറിവ് ഒരിക്കൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അതിരുകൾ കടന്നിരിക്കുന്നു. എന്നാൽ ഈ വലിയ മാറ്റങ്ങൾക്കിടയിലും ഹെർസൽ മുന്നോട്ട് വെച്ച ദേശീയ ആശയം ഇന്നും അതേപടി നിലനിൽക്കുന്നു. ഇസ്രായേൽ ജനത ഇസ്രായേൽ ദേശത്ത് തങ്ങളുടെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. നമ്മുടെ ചരിത്രപരമായ മാതൃഭൂമിയിൽ ശക്തവും പുരോഗമനപരവും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാഷ്ട്രം നാം കെട്ടിപ്പടുത്തിട്ടുണ്ട്. യഹൂദ രാഷ്ട്രത്തെ കുറിച്ച് ഹെർസൽ കണ്ട സ്വപ്നം ഏതാണ്ട് എല്ലാ ദിവസവും യാഥാർത്ഥ്യമാകുന്നതായി ഞാൻ കാണുന്നു. ഇതൊരു അതിശയോക്തിയല്ല. ഹെർസൽ പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഒരു കാലത്ത് നമ്മൾ ജർമ്മൻ ഭാഷ സംസാരിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതൊന്നും ശരിയായില്ല. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശരിയായിരുന്നില്ല. എന്നാൽ യഹൂദ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സത്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദർശനം അതീവ കൃത്യമായിരുന്നു. ആൾട്ടനോയ്ലാൻഡ് എന്ന തന്റെ പുസ്തകത്തിൽ ജെറുസലേമിലെ പുൽത്തകടികളിൽ കുട്ടികൾ കളിക്കുന്ന ദൃശ്യത്തെ ഹെർസൽ വരച്ചു കാട്ടിയിരുന്നു. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ നടന്ന മക്കാബിയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആയിരക്കണക്കിന് യഹൂദ കായിക താരങ്ങളെ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നത് കണ്ടു. അവർ യഥാർത്ഥ പുൽത്തകിടിയിലായിരുന്നു കളിച്ചിരുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ ഹെർസലിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതായി എനിക്ക് വീണ്ടും തോന്നി. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കണ്ടുപിടുത്തങ്ങളിലും ഹെർസലിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇന്ന് ഇസ്രായേലിലെ ഹൈടെക് സൈബർ സുരക്ഷ, കൃത്രിമ ബുദ്ധി, ഔഷധ നിർമ്മാണം, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി നിരവധി വ്യവസായങ്ങൾ ലോക സാങ്കേതിക ശക്തികളിൽ ഒന്നായി ഇസ്രായേലിനെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ഒരു ഹീബ്രു സൈന്യം ആവശ്യമായി വരുമെന്ന് ഹെർസൽ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമ്മുടെ സൈനികരും കമാൻഡർമാരും കാഴ്ചവെക്കുന്ന അസാധാരണ ധീരതയിൽ നാം എല്ലാവരും അഭിമാനിക്കുന്നു. മധ്യപൂർവ്വ ദേശത്തിന്റെ ഭൂപടത്തെ കുറിച്ച് ഹെർസലിന് നല്ല അറിവുണ്ടായിരുന്നു. തന്റെ രചനകളിൽ അദ്ദേഹം ഹെർമോൺ പർവ്വതത്തെയും ഡമാസ്കസിനെയും ലബനനെയും പരാമർശിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സൈനികർ ഹെർമോൺ പർവ്വതത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് നിരീക്ഷണം നടത്തുന്നു. ലബനനിലെ ബ്യൂഫോർട്ട് കൊടുമുടിയിൽ അവർ നിലയുറപ്പിച്ചിരിക്കുന്നു. ലിറ്റാനി മേഖലയിലും അവർ ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വടക്കൻ മേഖലയിലെ ജനങ്ങളെയും ഇസ്രായേലിലെ എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കാൻ ആവശ്യമായ കാലം ഒരേ ഇസ്രായേൽ ലബനനിൽ
തുടരുമെന്ന് ഞാൻ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട അതിഥികളെ, 130 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹെർസലിനെ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ പ്രേരിപ്പിച്ച ശക്തികൾ ഇന്നും നിലനിൽക്കുന്നു. അതിലൊന്ന് യഹൂദ വിരുദ്ധതയാണ്. യൂറോപ്പിൽ യഹൂദരോടുള്ള വെറുപ്പ് ഹെർസൽ നേരിട്ട് കണ്ടിരുന്നു. യഹൂദ ജനതയ്ക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ സ്വന്തം രാഷ്ട്രം അനിവാര്യമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്റെ പിതാവായ പ്രൊഫസർ ബെൻസിയോൻ നെതന്യാഹു പറഞ്ഞിരുന്നത് പോലെ യഹൂദ വിരുദ്ധതയുടെ തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. കാലം മാറുമ്പോൾ അതിന്റെ രൂപവും മാറുന്നു. എന്നാൽ അതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ: ഒരു ശക്തമായ യഹൂദ രാഷ്ട്രം. മുമ്പ് യഹൂദർക്കെതിരെ ഉണ്ടായിരുന്ന വെറുപ്പും കള്ളപ്രചരണവും ഇന്ന് യഹൂദ രാഷ്ട്രത്തിനെതിരെയാണ് ഉയരുന്നത്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മുമ്പ് അത് കൂട്ടക്കൊലയിലേക്കാണ് നയിച്ചിരുന്നത്. ഇന്ന് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ നാം ശക്തമായി തിരിച്ചടിക്കും. മറ്റൊരു ഹോളോകോസ്റ്റ് ഒരിക്കലും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് എവിടെ നിന്നായാലും ഇല്ല, പ്രത്യേകിച്ച് ഇറാനിൽ നിന്നല്ല. ഞാൻ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ ഒരു പ്രസംഗം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പൂർണ്ണ പരിഭാഷ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആ വരികളിൽ ഒരു സ്ഥലത്ത് പോലുമില്ല അങ്ങോട്ടേക്ക് പോയി ഒരു രാജ്യത്തെ തുടച്ചു നീക്കുമെന്നോ അങ്ങോട്ടേക്ക് പോയിട്ട് സകലതും നശിപ്പിക്കുമെന്നോ ഒരു വരിയിലും പറയുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഇങ്ങോട്ടേക്ക് വന്നാൽ വെറുതെ വിടില്ല, അതിന് ഏത് ഇറാനായാലും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് ലോകത്തിന്റെ സമാധാന, ഇങ്ങോട്ടേക്കാരും വരരുത്. ഇസ്രായേലി ജനതയുടെ സുരക്ഷ അത് പൂർണ്ണമായിട്ട് സംരക്ഷിക്കേണ്ടത് ഇസ്രായേൽ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ഇതേ സമയത്ത് ഇറാനില് ആയത്തുള്ള അലി ഖമൈനി പടമായി, അതൊരു യാഥാർത്ഥ്യമാണ്, ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നു. ഓരോ രാജ്യത്തിന്റെയും ഭരണാധികാരികൾ, പ്രധാനപ്പെട്ട ആളുകൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. രാജാക്കന്മാരെ കൊന്നുന്നതിനെ അങ്ങോട്ടേക്ക് ഓടുന്നതായിട്ട് വാർത്ത ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. അവിടുത്തെ വാർത്ത പൊക്കി മുസ്ലിം ലീഗ് ഒക്കെ ഇവിടെ കൊടുക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാനൊന്ന് വായിച്ചിട്ട്, രക്തദാഹിയായ ട്രംപിനെ വധിക്കൂ, ഇറാന്റെ മണ്ണിൽ ട്രംപിനെതിരെ കൊലവിളി, പരമോന്നത നേതാവിന്റെ വിടവാങ്ങലിലും വിറച്ച് വൈറ്റ് ഹൗസ് അങ്ങ് വിറച്ചു കുത്തിരിയ. ഈ ആയത്തുള്ള അലി ഖമൈനി പടമായതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മാളത്തിൽ നിന്നൊന്ന് പുറത്തു ചാടാൻ ഇപ്പോഴും ഭയത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോ ഇവിടെ ഇന്ന് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്തിൽ നിന്ന് എഴുതി തള്ളി അങ്ങ് വിടുക. വൈറ്റ് ഹൗസ് പേടിച്ചിരിക്കും. നാളല്ലേ മുസ്ലിം ലീഗിന്റെ പത്ര ചന്ദ്രിക എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകള് ഈ മുസ്ലിം ലീഗ് എന്തോ മതേതരവാദികളാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാം. ആ പറയുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഈ ഇറാനിലെ ആയത്തുള്ള അലി ഖമൈനി എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളാണ്. അവർ അവിടെയുള്ള സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സുന്നി മുസ്ലിങ്ങളാണ്. അപ്പൊ മുസ്ലിം ലീഗ് ഒക്കെ ഇപ്പോഴും ഷിയ ഇതുമായി ബന്ധപ്പെട്ട് ഖമൈനിയൊക്കെ പിന്തുണച്ച് ഇതുപോലെ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ആ ഒരു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആ തീവ്ര ശൈലി അല്ലേ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത്? അല്ലെങ്കിലും എന്തിനാണ് ചന്ദ്രികയൊക്കെ വൈറ്റ് ഹൗസ് പേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് വാർത്തയോട് ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോലെ ലളിതമായ ചോദ്യം, എന്തിനാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഇവരിങ്ങനെ ഇരവാദവും വീരവാദവും അടിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് തെളിവ് സഹിതം രംഗത്തേക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരൊറ്റ വാർത്ത കണ്ടതുകൊണ്ടാണ് ഇസ്രായേൽ എങ്ങനെയാണ് നന്മ മുന്നോട്ട് പോകുന്നത്, അവിടുത്തെ ജനങ്ങൾ ആർക്കെതിരെയും ആക്രോശിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ വിവരിച്ച് കാണിച്ചു തരേണ്ടി വരുന്നത്. അതേസമയം ഇറാനിൽ ആക്രോശങ്ങൾ, ആ തെരുവില് ഒരുപാട് ജിഹാദികൾ ആക്രോശ, ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതെയാക്കാൻ, വൈറ്റ് ഹൗസിനെ പേടിപ്പിക്കാൻ. കേൾക്കുമ്പോ ചിരി വരുമെങ്കിലും അവരുടെയൊക്കെ ഉള്ളിലെ ആ തീവ്രത സകല ആളുകളും തിരിച്ചറിയണം. ആ തീവ്രതയെ മുസ്ലിം ലീഗിന്റെ പത്രം പോലും ഇവിടെ കിടന്ന് പിന്തുണക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട് നേരിടുന്ന അപകടമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.